സോളാർ പാനൽ ഉപഭോക്താക്കളെയും വെണ്ടർമാരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് KSERCയുടെ പുതിയ നയങ്ങൾ. ഇളവ് പ്രതീക്ഷിച്ച് സോളാർ വെച്ചവർക്ക് ഇരട്ടി ചെലവുകൾ വരുന്ന രീതിയിലാണ് പുതിയ നയങ്ങൾ. കോടതി നടപടികൾ നടക്കുന്നതിനിടെയാണ് ഈ തീരുമാനം വന്നത് എന്നതാണ് പ്രതിഷേധത്തിന്റെ കാരണം. പുതിയ നയങ്ങൾ വീണ്ടും പരിശോധിക്കണമെന്നും മാറ്റങ്ങൾ ഘട്ടം ഘട്ടമായി മാത്രമേ നടപ്പിലാക്കാവൂ എന്നും വെണ്ടർമാർ പറയുന്നു. സോളാർ ഉപഭോക്താക്കളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പുതിയ നയങ്ങൾ രൂപീകരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സോളാർ അസോസിയേഷനായ RECCയുമായി ബന്ധപ്പെട്ടുന്ന പ്രസിഡന്റ് നമ്മളോടുകൂടെ ചേരുന്നുണ്ട്, മിസ്റ്റർ സതീഷ്. സാറിന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇപ്രാവശ്യം KSERCൻ്റെ റെഗുലേഷൻ വരുന്നതിന് മുമ്പേ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ജനങ്ങളിൽ ഒരു പ്രയാസങ്ങളും അതേപോലെ KSERCക്കും ബുദ്ധിമുട്ടാവുന്ന രൂപത്തിലുള്ള കുറേ തീരുമാനങ്ങളൊക്കെ വന്നതിന് അടിസ്ഥാനത്തിലാണ് പിന്നീടിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് അമെൻഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കൊക്കെ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അസ്ഥാനത്താക്കിക്കൊണ്ട് ഞങ്ങളെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഏറെ ദോഷകരമായിട്ടുള്ളതാണെന്നാണ് ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ പല മീഡിയകളിലും വന്ന വാർത്തകളനുസരിച്ച് ഇത് റിലാക്സേഷൻ ഉണ്ട്, ഒരു 20 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് സംവിധാനം തുടരും എന്നൊക്കെയാണ് വന്നത്. എന്നാൽ അതിൻ്റെ വസ്തുത ശരിക്കും നമ്മളത് ഓരോ ക്ലോസ് വെച്ച് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാവുന്നത് അങ്ങനെയല്ല. 10 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിങ്ങും അത് തന്നെ അടുത്ത ഒരു വർഷം കഴിഞ്ഞാൽ 2027 ഇത് 5 കിലോവാട്ടിലേക്ക് മാറ്റും എന്നാണ് ക്ലോസ് വെച്ചിട്ടുള്ളത്. 5 കിലോവാട്ട് മുതൽ അപ്പോൾ നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഇല്ല. രണ്ടാമത്തെ